നമുക്കറിയാം ഫോർട്ട് വളരെ ഫേമസ് ആണ്, വേൾഡ് വൈഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു അറ്റൻഷൻ കിട്ടിയ ഒരു പ്ലേസാണ്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിലെ സെക്കൻഡ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നു ഏത് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഇന്ത്യയിൽ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നി. കാരണം ഇത്രയും ഒരു അട്രാക്റ്റീവായ പ്ലേസിൽ ഇങ്ങനെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഒരാളെങ്കിലും ആ വഴി തെറ്റിക്കുന്നതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സക്സസ് ആണ്. അങ്ങനെയാണ് ഞാൻ കുട്ടികളിലോട്ട് ഈ ഒരു ലഹരിക്ക് പകരം ആർട്ട് എന്ന ലഹരി അവരിലോട്ട് എത്തിക്കാൻ സാധിച്ചത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ലഹരി വളരെ ഭയാനകമാണ്. പത്മവ്യൂഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് അതിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് പക്ഷേ ഇതിൽ ചെന്ന് അകപ്പെട്ടു പോകുന്ന യൂത്ത് അറിയുന്നില്ല അവരെത്ര വലിയ അപകടത്തിലേക്കാണ് എടുത്ത് ചാടുന്നത്. അപ്പോൾ അവരെ തിരിച്ച് അതിൽ നിന്നും മാറ്റി കലയുടെ ലഹരിയിലേക്ക് മാറ്റാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു വിജയം തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കലയായിരിക്കണം ലഹരി കുട്ടികളിൽ. അത് മ്യൂസിക് ആകട്ടെ, ആർട്ടാകട്ടെ, രചനയാകട്ടെ, എഴുത്താകട്ടെ, സിനിമയാകട്ടെ, അതെന്തും ആകട്ടെ. പക്ഷേ അവരുടെ ആ ഫ്രീ ടൈമിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു കലയുടെ ലഹരി കൊണ്ട് അവർ വളരെയേറെ ചിന്തിക്കാനും ജീവിതത്തിൽ മുന്നേറാനും സാധിക്കും. നിറങ്ങളുടെ ചിറകിലേറി എല്ലാവർക്കും ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.